കരഞ്ഞിട്ടാണ് വന്നത് മക്കളെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാം കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓടും ബ്രോ. കാണണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കാണാം. എന്താ പറയുക, ഒരു നാടകീയതയുടെ ഒരു അതിപ്രസരമാണ്. ബജ്രംഗി ഭായ്ജാൻ എന്നൊരു സിനിമ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാറുഖ് ഖാൻ്റെ. ആ സിനിമ പാകിസ്ഥാനിൽ അന്ന് റിലീസായപ്പോൾ അവർ ഇല്ലീഗലായിട്ട് ഈ പുള്ളിക്കാരൻ പാകിസ്ഥാനിലേക്ക് കടക്കുന്ന സീൻ അവിടുത്തെ സെൻസർ ബോർഡ് കട്ട് ചെയ്തു. അവർക്ക് അത്രയും ബോധമുണ്ട്. കോമഡി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. ബെസ്റ്റ് ഫാമിലി എൻ്റർടൈനർ. മെസ്സേജ് പറയുകയാണെങ്കിൽ വെളിയിൽ നിന്ന് പറഞ്ഞ ആളെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. നല്ലവരും കാണും, ചീത്തയും കാണും. നല്ലവരാണ് കൂടുതലും. எல்லாருக்குமே கனெக்ட் ஆகும். ஆக்சுவலாக ஒரு ஃபீல் குட் மூவி. எந்த ஒரு ரிக்ரெட்டும் இல்லாமல் எல்லாருமே ஃபேமிலி ஆடியன்ஸ் மொத்தம் பார்க்க நல்லா இருக்கும். எல்லாமே நல்லா இருக்குது. ഓക്കെ എന്നാ സെറ്റ് വളരെ നല്ല ഫാമിലി മൂവിയാണ്. മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. അവൻ നല്ല കോമഡി നല്ലൊരു ഇതായിരുന്നു. നല്ല മസ്റ്റ് വാച്ച് ഫാമിലി ആയിട്ട് തന്നെ കാണണം. ആക്ച്വലി ടൂറിസ്റ്റ് ഫാമിലി അടിപൊളി സിനിമയാണ്. ഭയങ്കര നല്ല സിനിമയായിരുന്നു. ഭയങ്കര ഫീൽ ഗുഡ് ഒരു സംഭവമായിരുന്നു. നല്ലതായിരുന്നു. അതൊരു പ്രശ്നം, അണ്ടർ റേറ്റഡ് സാധനമാണ്. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞ് കണ്ടുകാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഞാൻ റിവ്യൂ ആയിട്ട് വന്നത്, പക്ഷേ ഭയങ്കര നല്ല സിനിമ, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഒരു മൂവിയാണ്. കൊള്ളാം ബ്രോ, കൊള്ളാം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നല്ല മൂവി കാണുന്നത്. ഓടും ബ്രോ. കാണണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കാണാം. കുഴപ്പമില്ല, നല്ലൊരു ഫാമിലി ഗുഡ് മൂവിയാണ്. പയ്യനൊക്കെ കൊള്ളാം. സിമറിൻ്റെ ആക്ടിംഗ് ഒക്കെ പൊളിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പന്തിയായിട്ടല്ല, ഒരു ഗുഡ് ഫാമിലി മൂവി കാണണമെങ്കിൽ വരാം. കൊള്ളാം. കൊള്ളാം, നല്ല പടം തന്നെ. നല്ലതുപോലെ ഉണ്ടായിരുന്നു. കാണാനേ നല്ലതായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാം കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരും കൊള്ളത്തില്ലെന്ന് ആരും പറയൂല. നല്ലതാണ്. ഇല്ല ആരും പറയൂല. നല്ല കുടുംബ കഥയാണ്. നല്ല സിനിമയാണ്. കുഴപ്പമില്ല, ഫാമിലി സിനിമയാണ്. നെഗറ്റീവായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കൊള്ളാം, നല്ല ഫാമിലി മൂവീസ്. എൻജോയ് കോമഡി. കരഞ്ഞിട്ടാണ് വന്നത് മക്കളെ. അവർ മറ്റേ എന്താ കഥ പിടിയിട്ടിന് അച്ഛനും മോനും കൂടെ സംസാരിക്കുമ്പോൾ അവർക്ക് മോനെ ഇഷ്ടമില്ല, അച്ഛനെ ഇഷ്ടപ്പെട്ട് പിന്നെ മോൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരുപാട് കരഞ്ഞു ഞാൻ. ടൂറിസ്റ്റ് ഫാമിലി ശരിയാണ്. ഇതൊരു ഫീൽ ഗുഡ് ആ ഒരു കാറ്റഗറിയിൽ വരുത്താൻ പറ്റുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും സിനിമയിൽ നല്ല മുഹൂർത്തങ്ങളുണ്ട്, നമ്മളെ ടച്ച് ചെയ്യിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്. പക്ഷേ ഞാനിതൊരു വേറൊരു രീതിയിൽ ഇത് കാണാനാണ് ഞാൻ ഒരു സിനിമ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് പലയിടത്തും അതിനാടകീയ രംഗങ്ങൾ ആയി പോകുന്നുണ്ട്. അത് പല പ്രേക്ഷകരും തന്നെ സമ്മതിച്ചതാണ്. പിന്നെ നമ്മുടെ ഒരു ഗ്രാഫ് വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഈക്വലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി രംഗങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു കോമഡി രംഗങ്ങൾ വരുന്നത്. അതെല്ലാം നല്ല വെൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ പലയിടത്തും അതിനാടകീയതയുണ്ട്. ഇത് ക്ലൈമാക്സ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു നാടകീയതയുടെ ഒരു അതിപ്രസരമാണ്. നന്മയുള്ള ലോകമേ ഈ സംഭവങ്ങളെല്ലാം കൂടെ കുത്തിക്കയറ്റി എടുക്കുമ്പോഴത്തേക്കും എനിക്കെന്തുകൊണ്ടോ ഭയങ്കരമായിട്ടൊരു മികച്ച ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി നന്മയൊന്നും പാടില്ല, ഇനി മറ്റേതാണോ തിന്മയാണോ കാണിക്കേണ്ടത്, അങ്ങനെയല്ല. നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു ഒരു അപ്രോച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഇത് കൊടുക്കണ്ടേ. ഇനി നമ്മൾ സിനിമകളിൽ ധാരാളം ഒളിച്ചുകടത്തൽ നടത്തുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ഈ സിനിമയിൽ നല്ലൊരു ഒളിച്ചുകടത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് അനധികൃത കുടിയേറ്റം, അതിനെ വെളുപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതെന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇതിന് അനുമതി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ സിനിമകളിൽ അത് ഒരു ഇന്ത്യയിലെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഭേദിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഒരു ഇല്ലീഗലായിട്ട് ഒരാൾ കടന്നു വരുന്നു, എന്നിട്ട് അതിനുശേഷം അവരെ വിടുന്നു, അവരെ സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറത്ത് വിടുന്നു എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സിനിമയിൽ അറ്റ്ലീസ്റ്റ് ശരിയാണ്, സിനിമയുടെ ഒരു കഥയുടെ ലിബർട്ടി വെച്ച് എടുക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വാർണിംഗ് എങ്കിലും കൊടുക്കണ്ടേ. ഇങ്ങനെ വരുന്നത് ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതും ഇങ്ങനെ വരുന്നത് ഇത് കഥയുടെ ഭാഗമാണ് എന്ന് പറയണ്ടേ. അതങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ബജ്രംഗി ഭായ്ജാൻ എന്നൊരു സിനിമ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാറുഖ് ഖാൻ്റെ. ആ സിനിമ പാകിസ്ഥാനിൽ അന്ന് റിലീസായപ്പോൾ അവർ ഇല്ലീഗലായിട്ട് ഈ പുള്ളിക്കാരൻ പാകിസ്ഥാനിലേക്ക് കടക്കുന്ന സീൻ അവിടുത്തെ സെൻസർ ബോർഡ് കട്ട് ചെയ്തു. അവർക്ക് അത്രയും ബോധമുണ്ട്, അവിടുത്തെ സെൻസർ ബോർഡിന്. മീൻസ് അവർ പറഞ്ഞു ഇല്ല, പാകിസ്ഥാനിലേക്ക് അങ്ങനെ അവർ കാണിക്കുന്ന രീതിയിൽ കടക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും രീതിയിൽ വന്നതായിട്ട് ആ സീനുകൾ കട്ട് ചെയ്തിട്ടാണ് അവർ കാണിക്കുന്നത്. പല കട്ടുകളും അതിനകത്ത് അവർ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതെന്തുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ഒളിച്ചു കടത്തൽ, സെൻറ്റിമെൻറ്റ്സിൻ്റെ മീൻസ് എന്താ പറയുക, പഞ്ചസാരയിൽ പൊതിഞ്ഞ ഒരു ഒളിച്ചു കടത്തലായിപ്പോയി ഇത് അനധികൃത കുടിയേറ്റത്. അത് ഇന്ത്യ ഇപ്പോൾ തന്നെ ഓവർ പോപ്പുലേറ്റഡ് ആണ്. നമുക്ക് ആരെയും ഒരു അനധികൃത എന്തൊക്കെ നന്മ പറഞ്ഞാലും ആ തെറ്റുള്ള കാണിക്കുന്നത് അങ്ങനെ തന്നെ കാണിക്കണമായിരുന്നു എനിക്ക് തോന്നി. ഇങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മികച്ച മൊമെൻറ്റ്സ് ഉണ്ട്, നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ കോമഡി എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടാകും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതിപ്പം ചിലത് നമ്മൾ സെൻറ്റിമെൻറ്റ് സീനിൽ നിൽക്കുമ്പോഴായിരിക്കും കോമഡി വരുന്നത്, ചിലത് ഭയങ്കര ഇൻറ്റൻസ് ഇമോഷണൽ രംഗത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും കോമഡി വരുന്നത്. പിന്നെ അയ്യോ ഇങ്ങനെ നടക്കാൻ പോകുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും അവിടെ ഒരു കോമഡി സീൻ കയറി വരുന്നത്. അങ്ങനെ പല സീനുകളും ഒരു ഫീൽ ഗുഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. എനിക്ക് പിന്നെ ഇങ്ങനെ കുറച്ച് സീനുകളിൽ ഒരു അതിനാടകീയത ഉള്ളതായിട്ട് എനിക്ക് തോന്നി.
അത്രയും. പിന്നെ ഈ ഒരു അനധികൃത കുടിയേറ്റം അത് ഒരു സീരിയസ് കൺസേൺ ആണ് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച്. നമ്മുടെ സുരക്ഷാ വലയത്തെ ഭേദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് കടന്നു വരുന്നു എന്നൊക്കെ പറയുന്നതും സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ അവരെ വെറുതെ വിടുന്നു എന്നതൊക്കെ കാണിക്കുന്നതൊക്കെ എനിക്കൊരു എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ. നമ്മൾ മൃഗങ്ങളെ ഈ ചിത്രത്തിൽ മൃഗങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ല. ഓരോ സീനിലും വാണിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഇതിലെങ്കിലും ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കണമായിരുന്നു സെൻസർ ബോർഡ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രേ ഉള്ളൂ. നല്ല പടമാണ്. നല്ല പടം എന്ന് പറഞ്ഞാൽ നല്ല പടം. കുറേ നാളേക്ക് ശേഷം ഒരു ഫാമിലി സിനിമ കണ്ടതിൻ്റെ ഒരു ഇതുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് വന്ന തമിഴർ അവർ പഠന കഷ്ടപ്പാടും ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പെണ്ണോ. അതിലൊരു കൊച്ചു പയ്യനുണ്ട്. ആ പയ്യൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ആരും മറക്കൂല. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നല്ല ഒരു സിനിമ. ശശികുമാരുടെ കഥാപാത്രം നല്ല കഥാപാത്രമാണ്. അവരുടെ സിമ്രാൻ്റെ പടത്തിൽ ഉള്ള എല്ലാവരുടെയും കഥാപാത്രവും നല്ല കഥാപാത്രമാണ്. ഒരാളെയും കുറവ് പറയാൻ പറ്റില്ല. നല്ല ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്. കൊള്ളാം, പ്രശ്നമൊന്നുമില്ല. ആ കഥയ്ക്ക് പറ്റിയ കഥാപാത്രമാണ്.